എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹൃദ്യമോളുടെ ചോറൂണിന് ചോറ്റാനിക്കൽ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. കേരളത്തിലെ നീളം കൂടിയ തുരങ്കപാതയായ കുതിരാൻ വഴിയാണ് ഇപ്പോൾ പോകുന്നത്. എൻ്റെ അറിവിൽ കേരളത്തിൽ 2 തുരങ്കപാതകളാണ് ഉള്ളത്. ഒന്ന് കാസർഗോഡ് മഞ്ചേശ്വരം ഭാഗത്താണ്, ഒന്ന് പാലക്കാട് തൃശ്ശൂർ റൂട്ടിലെ കുതിരാൻ. അതിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഏറ്റവും നീളം കൂടിയത് കുതിരാനാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഏകദേശം 1.5 കിലോമീറ്റർ അടുത്ത് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട് ഈ തുരങ്കപാതയ്ക്ക്. അങ്ങനെ ചോറ്റാനിക്കര ദേവി സന്നിധിയിലെത്തി. 8 മണി മുതൽക്കാണ് ചോറൂണ് തുടങ്ങുന്നത്. ഞങ്ങൾ നേരത്തെ എത്തിയതുകൊണ്ട് കീഴേക്കാവിൽ തൊഴുതു വന്നോളാൻ വഴിപാട് കൗണ്ടറിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് കീഴേക്കാവിലേക്ക് പോവുകയാണ്. കീഴേക്കാവിനടുത്തുള്ള ക്ഷേത്രക്കുളം പ്രദക്ഷിണം ചെയ്ത് കീഴേക്കാവിൽ തൊഴുതു. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ആൽമരവും പ്രദക്ഷിണം ചെയ്ത് തൊഴുതു. ഈ ആൽമരത്തിലാണ് ഉറഞ്ഞു തുള്ളുന്നവർ തലകൊണ്ട് ആണി അടിക്കുക എന്ന് കേട്ടിട്ടുണ്ട്. ഈ ആൽമരത്തിൽ ആണി നെറ്റികൊണ്ട് അടിച്ചിറക്കും. ഈ ഉറഞ്ഞു തുള്ളുന്നവർ നെറ്റികൊണ്ട് അടിച്ചിറക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതാണ് കീഴേക്കാവ് ഭഗവതി ക്ഷേത്രം. അവിടുത്തെ ഉള്ളിലേക്ക് ക്യാമറ വീഡിയോ എടുക്കാൻ പാടാത്തതുകൊണ്ട് പുറത്തുനിന്ന് ചെറിയൊരു ഭാഗങ്ങൾ എടുത്തിരുന്നുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വേണ്ടി നട അടച്ചിരിക്കുകയാണ്. ഈ പൂജ കഴിഞ്ഞ ശേഷമാണ് ചോറൂണ് തുടങ്ങുക. ചോറൂണിന് ഞങ്ങളെ ഇരുത്തിയതിന് ശേഷം തിരുമേനി അതിൽ ഉണങ്ങലരിയുടെ ചോറ്, അതുപോലെ പായസം, ഉപ്പ്, പുളി എല്ലാം വിളമ്പിയിരുന്നു. അതിൽ തിരുമേനി ഞങ്ങളോട് പറഞ്ഞിരുന്നു മോതിര വിരൽ കൊണ്ട് എല്ലാതൊന്നും കുറേശ്ശെ എടുത്ത് മോളുടെ വായിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞിരുന്നു. അതാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്.
ചോറൂണ് കഴിഞ്ഞ് തൊഴുതു പോരാൻ നിൽക്കുമ്പോഴാണ് അവിടെ ക്ഷേത്രത്തിനടുത്തുള്ള നവരാത്രി ഓഡിറ്റോറിയത്തിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ വിനയ് ഫോർട്ട്, ധർമ്മജൻ എന്നിവരെ അവിടെ കണ്ടു. വിനയ് ഫോർട്ടിന് ഒരു ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് ഹായ് പറഞ്ഞിട്ട് പോന്നു. ചോറ്റാനിക്കരയിൽ നിന്നും മടങ്ങിയ ശേഷം പ്രസിദ്ധമായ പൂർണ്ണത്രേസ്യൻ്റെ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെയും തൊഴുത് പ്രദക്ഷിണം വെച്ചു. പൂർണ്ണത്രേസ്യനെ കണ്ട് മടങ്ങിയ ശേഷം പിന്നെ പോയത് ആലുവ മണപ്പുറം ശിവക്ഷേത്രത്തിലാണ്. പ്രസിദ്ധി കേട്ട ശിവരാത്രി ആഘോഷവും ബലിയിടൽ കർമ്മങ്ങളും നടക്കുന്ന ക്ഷേത്രമാണ് ആലുവ മണപ്പുറം ശിവക്ഷേത്രം. പുഴയിലെ നടുക്കാണ് ശിവലിംഗം ഉള്ളത്. മഴക്കാലമായാൽ എല്ലാ വർഷവും പുഴയിൽ വെള്ളം നിറഞ്ഞ് ശിവലിംഗം മൂടി ശിവന് ഭഗവാന് ആറാട്ടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആലുവ മണപ്പുറത്തെ ശിവക്ഷേത്ര സന്നിധിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരുപാട് തവണ ഈ ആലുവയിലൂടെ പോകുമ്പോൾ പാലത്തിൽ നിന്നും ഈ ക്ഷേത്രം ദൂരെ നിന്ന് കാണലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിലെത്തുന്നത്. ഈ ബലിയിടൽ കർമ്മങ്ങൾക്ക് പേര് കേട്ട ആലുവ മണപ്പുറം ആണ് ഇത്. ക്ഷേത്രങ്ങളിലെല്ലാം തൊഴുത് തിരിച്ച് വീട്ടിലേക്ക് മടക്കയാത്രയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.